ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ചിത്രശലഭങ്ങളെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ തിരഞ്ഞെടുത്തത് സ്കൂൾ പരിസരത്തുള്ള ചാമക്കാവാണ്. വിവിധ ഇനം പൂമ്പാറ്റകളാണ് ചാമക്കാവ് പരിസരങ്ങളിൽ ഉള്ളത്. അറിയാവുന്നതാണ്. വിശുദ്ധ വനങ്ങൾ, സേക്രഡ് ഗ്രോവ്സ് എന്നൊരു സങ്കല്പം വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. തറവാട്ട് പറമ്പിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലെ നാഗക്കാവ്, ഓടൽവള്ളികളുടെ സർപ്പബന്ധങ്ങൾക്കിടയിൽ ശിവോതിയിലെയും പുത്രഞ്ചാരിയും പച്ച പുതപ്പിച്ച ചിത്രകൂടക്കല്ല്, പൊട്ടക്കാവടത്തിൻ്റെ ശവഗന്ധവും ചേരിൻ്റെ അകാരണ വൈരവും താനിയുടെ കാരുണ്യവും തങ്ങി നിൽക്കുന്ന ചെടിപ്പടർപ്പുകൾക്കിടയിലൂടെ അന്ത്യത്തിരി വെച്ച് മടങ്ങുന്ന ഗ്രാമകന്യകമാർ, കാവുവെട്ടിയും കുളം നികത്തിയും മുന്നോട്ടായുന്ന വികസന സങ്കല്പങ്ങളുടെ രഥവേഗങ്ങൾക്കിടയിൽ ഗൃഹാതുരതയാർന്ന ഒരു ഓർമ്മ മാത്രമായി തീർന്നിരിക്കുന്നു ഈ ഗ്രാമക്കാഴ്ചകൾ. പ്രകൃതി നാശവും പാരിസ്ഥിതിക ദുരന്തങ്ങളും അഭിശപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നാണ് നാം ഈ പച്ചപ്പിനെ കുറിച്ച് പഞ്ഞാറോടുകൂടി ഓർമ്മിക്കുന്നത്. കൃഷിഭൂമികളായിട്ടും ജനവാസ മേഖലകളായിട്ടും പരിവർത്തനം ചെയ്യപ്പെടുന്നത് മൂലം ലോകമെങ്ങും സമതലക്കാടുകൾ, ലോലാൻഡ് ഫോറസ്റ്റ് അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏകദേശം 322 ഇനം ചിത്രശലഭങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ശലഭമായ രത്നനീലിയും ഏറ്റവും വലിയ ശലഭമായ ഗരുഡശലഭവും കേരളത്തിൽ കാണപ്പെടുന്നു. ഇവ കൂടാതെ വിവിധ ഇനം ചിത്രശലഭങ്ങൾ കേരളത്തിലുണ്ട്. അവയിൽ ചിലതാണ് വരയൻ കടുവ, വരയൻ കോമാളി, വനദേവത, വയങ്കതൻ, വലിയ ഒക്കിനനീലി, വഴനശലഭം എന്നിവ. കാവ് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത തീർച്ചയായും നമ്മൾ അറിയേണ്ടതുണ്ട്. വിവിധ തരത്തിലുള്ള പൂമ്പാറ്റകളും പക്ഷികളും ഇഴജന്തുക്കളും എല്ലാം ചേർന്ന് ഒരു നല്ല ആവാസ കേന്ദ്രമാണ് ഇത്തരം കാവുകൾ. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് എല്ലാത്തരം ആവാസ കേന്ദ്രങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ തിരിച്ചറിവിലേക്ക് ഈ ഡോക്യുമെൻ്ററി സമർപ്പിക്കുന്നു. ടീം NSS GHSS വെള്ളൂർ.